ഇന്ന് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ജയനഗർ ഫോർത്ത് ബ്ലോക്കിലാണ് നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത്. ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി ഫേമസ് സ്ട്രീറ്റ് ആണ് ജയനഗർ ഫോർത്ത് ബ്ലോക്ക്. ബാംഗ്ലൂരിൽ വന്ന് ഒരു മാസമായിട്ട് എന്നെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എന്ന് കുറ്റം പറയുന്ന വിഷയമാണിത്. അങ്ങനെ നമ്മൾ ബസ് പിടിച്ചു. ബാംഗ്ലൂരിൽ നമ്മുടെ യാത്ര ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആക്കുന്നതും അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ടീമാണ് BMTC, അല്ലെങ്കിൽ ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇവിടെ ബസ്സിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓരോ നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ 500, ഇതുപോലെ 600F, 500CA അങ്ങനെ പറഞ്ഞിട്ടാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നമുക്കിത് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഏത് വണ്ടി എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് സ്റ്റോപ്പ് ഉള്ളതെന്നൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ഞാൻ പൈസ വെച്ചിരുന്നു. എന്നാൽ പൈസ ഇവർക്ക് വേണ്ട, ഇവർക്ക് ഗൂഗിൾ പേ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ബാലൻസ് തരിക എന്നുള്ളത് കുറച്ച് ടാസ്ക്കുള്ള പണിയത്ര. അതുകൊണ്ട് എല്ലാവരും സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്യുക. നമുക്കും അത് കൺവീനിയൻ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ജയനഗർ എത്തി. ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ നിന്ന് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റോഡിലേക്ക് കയറുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ജയനഗറിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ നമുക്ക് അതേ ഫീലാണ് തോന്നിയത്. ജയനഗർ ഫോർത്ത് ബ്ലോക്ക് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വേണ്ടി വന്നില്ല. തിരക്കും കടകളും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് പുതിയ ശീലമാണ്. ബാംഗ്ലൂർ എവിടെ പുറത്തിറങ്ങിയാലും ഓടി ചെന്ന് സ്വീറ്റ് കോൺ വാങ്ങിക്കുക എന്നുള്ളത്, അതും ബട്ടർ സ്വീറ്റ് കോൺ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് ഷോപ്പിങ്ങിലേക്ക് കിടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ കുറേ നല്ല കടകളുണ്ടായിരുന്നു. കൂടുതൽ കുർത്തീസും ആക്സസറീസൊക്കെ ഉള്ള കടകളായിരുന്നു ആദ്യമേ. അപ്പോൾ ഇന്ന് നമ്മൾ ജയനഗർ വിസിറ്റ് ചെയ്യാനുള്ള കാരണം, ഫ്രം ദ നെക്സ്റ്റ് ഡേ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഓഫീസിൽ ഇടാനായിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് പർച്ചേസ് ചെയ്യണം. ഇതിനാണ് മെയിൻലി നമ്മൾ ജയനഗറിൽ വന്നത്. ഞാൻ കമ്പൽസറി ആയിട്ട് ഒരു ബാഗി ജീൻസ് വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ബിക്കോസ് എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ബാഗി ജീൻസ് ഞാൻ വാങ്ങിയത് ബാംഗ്ലൂരിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്നായിരുന്നു ഒരിക്കൽ വന്നപ്പോൾ. അത് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു, നല്ല ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ എനിക്കതൊരു 500-നുള്ളിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് ഒബ്വിയസ്ലി അതായിരുന്നു. എനിക്കതുപോലെ ഒരെണ്ണം കിട്ടുകയും ചെയ്തു. ആൻഡ് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അല്ല ഇവിടെ കൂടുതൽ ഒരു ഫെസ്റ്റീവ് അല്ലെങ്കിൽ കുർത്തി വൈബായിരുന്നു ജയനഗറിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. എനിക്ക് ഓഫീസിൽ ഇടാൻ പറ്റിയ ടോപ്സ്, ടൂണിക്സ് അങ്ങനത്തെ സാധനങ്ങൾ പൊതുവേ കുറവായിരുന്നു. ആൻഡ് അത്യാവശ്യം മോശമില്ലാത്ത തിരക്കുണ്ടായി. പിന്നെ നമ്മളൊരു ചായക്കടയിൽ കുറച്ച് ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം ഫ്രൂട്ട്സൊക്കെ നോക്കിയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ദൂരിയൻ കണ്ടു. ലൈക്ക് ഞാനിത് ലുലുവിൽ കണ്ടിട്ടുണ്ട്, പിന്നെ തായ്ലാൻഡിൽ എല്ലാവരും വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൂരിയൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോപ്പിലിരിക്കുന്നത് കണ്ടത്. ആൻഡ് എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് ഒരു ഫ്രൂട്ട്സ് ചാട്ട് വാങ്ങിച്ചു. അതാകുമ്പോൾ അത്യാവശ്യം ഫില്ലിങ്ങും ആവും. അത്യാവശ്യം ഫ്രഷ് ഫ്രൂട്ട്സാണ് ആ ചേട്ടന്മാർ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഫ്രൂട്ട് ബോളിന് 50 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങി. പിന്നെ വന്നിട്ട് കുറച്ച് ടോപ്സിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ടോപ്സ് നോക്കി. ഒരു 3 എണ്ണം അവിടെ നിന്ന് എടുത്തു. എല്ലാത്തിനും 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ലുക്സ് ലൈക്ക് ത്രിഫ്റ്റഡ് വൺസ്. എന്നാൽ നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതും കിട്ടും. 50-ക്കൊക്കെ ടോപ്പ് കണ്ടോ. ആൻഡ് ഈ കടയിൽ 2 കുഞ്ഞു കമ്മൽ ഞാൻ ഉദ്ദേശിച്ചുണ്ടോ നോക്കാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ആൻഡ് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അലുക്കുലുക്ക് തിങ്സ് ഉള്ള കട കണ്ടു. ഇവിടെയും ലോങ് ഗൗൺസ് ഡ്രസ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി നല്ലതായിരുന്നു, പക്ഷേ ത്രിഫ്റ്റഡ് ആയിരുന്നു. അത്യാവശ്യം സ്റ്റെയിൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതെടുത്തില്ല. പിന്നെ എനിക്ക് കുറച്ച് കുർത്തീസ് കിട്ടി നല്ലുള്ളത്. പിന്നെ 50 റുപ്പീസിന് കമ്മലിൻ്റെ പോർഷനായിരുന്നു. അവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ 2 എണ്ണം എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ലൈക്ക് അത് ഇടുമ്പോഴും നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് ഇടുന്നൊരു ഫീലുണ്ട്. ഈ റെയിൻ ഡ്രോപ്പ് ഇയറിങ് കുറേ ട്രെൻഡായിട്ടുള്ള സാധനമല്ലേ, അത് ഞാൻ ഒരെണ്ണം വാങ്ങി. പിന്നെ ഈ സ്ട്രീറ്റിൽ ഫുള്ള് കടകളായിരുന്നു, ഫുള്ള് തിരക്കായിരുന്നു. അവിടെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ടോ, കറക്റ്റ് ഫെസ്റ്റീവ് വെയർസ്. നമുക്കൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരാം. ലൈക്ക് എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഇവിടെ വരണ്ടായിരുന്നില്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് മുന്നേ വരണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കട കണ്ടു. 150 ആയിരുന്നു ടോപ്സിനൊക്കെ, നല്ല കൊറിയൻ ടോപ്സ്. പക്ഷെ എൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല എനിക്ക് ഓഫീസിലേക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതെടുത്തില്ല. ഇതൊക്കെ കണ്ടോ, ഭയങ്കര രസമുള്ള നല്ല നല്ല ടോപ്സ്. 150 ഒക്കെ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ഡിസൈനർ വെയർസ് പോലത്തെ സാധനങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും തളർന്നു. വളരെ കുറച്ച് ലിമിറ്റഡ് സാധനങ്ങൾ എടുത്തിട്ട് ഞാനും അമറേണ്ണും കൂടെ ബർഗർ കിങ്ങിലേക്ക് നടന്നു. ആൻഡ് ബർഗർ കിങ്ങിൽ പോയി ഒരു ചെറിയ മീലും കഴിച്ച് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ബിക്കോസ് സൺഡേ ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാവില്ല, അപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. അതുകൊണ്ട് ബർഗർ കിങ്ങിൽ വന്നു. നമ്മൾ ചെറിയ ഒരു മീൽ ഓർഡർ ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം ആ കോണും ഫ്രൂട്ട് ചാട്ടൊക്കെ കഴിച്ചുകൊണ്ട് വളരെ അത്യാവശ്യം ഫിൽഡായിരുന്നു. എന്നാലും ജസ്റ്റ് ഒരു കോംബോ മീൽ പോലത്തെ ഒരു ബർഗറും ഷേക്കൊക്കെ കുടിച്ച്. ബർഗർ കിങ് നമ്മുടെ ഫേവറേറ്റ് ആണ്. എപ്പോഴും നമ്മൾ പോവാറുള്ളത് ബർഗർ കിങ്ങിലാണ്. അങ്ങനെ ബർഗർ കിങ്ങിൽ നിന്ന് വന്നു.
തിരിച്ചു വന്നപ്പോൾ സ്ട്രെയിറ്റ് ബസ്സില്ല, പെട്ടു. ഞങ്ങൾ കുറേ നോക്കിയിട്ടും ബസ്സില്ല. അവസാനം ഞങ്ങൾ ഊബർ എടുക്കേണ്ടി വന്നു. പക്ഷെ വേറെ കാര്യം, ജയനഗറിലേക്ക് വരാൻ ഞങ്ങൾക്ക് 1 hour എടുത്തു. തിരിച്ച് ഞങ്ങൾ ജസ്റ്റ് 29 minutes കൊണ്ടാണ് റൂമിലെത്തിയത്. ഈവൻ ദോ സൺഡേ ട്രാഫിക് വാസ് ദയർ, എന്നാലും നമുക്ക് 29 minutes എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ അറിയാം, ലൈക്ക് ട്രാൻസ്പോർട്ട് എടുത്താൽ റീസണബിൾ ആണ്, സ്റ്റിൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചും കണ്ടിട്ടും ഒക്കെ ഏത് മാർഗത്തിൽ പോകണമെന്ന് തീരുമാനിക്കുക. തിരിച്ച് നമ്മൾ റൂമിൽ വന്നു. ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ ഹോൾ എനിക്ക് കാണിക്കണം എന്നുണ്ട്. സോ ഐ ആം പ്ലാനിങ് ടു ഷോ യു ഗൈസ് ദാറ്റ്. ആൻഡ് ഞാനും അത്യാവശ്യം ടയർഡായി, അമരേട്ടനും അത്യാവശ്യം ടയർഡായി. കാരണം അത്യാവശ്യം മഴയുള്ള ദിവസമായിരുന്നു. ഒരു മഴയത്തൊക്കെ പോയി വരുമ്പോൾ നമ്മളൊരു ടയറിങ് ഫീൽ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ചളമ്പളം അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിച്ചു തരാം. ജയനഗർ എനിക്കൊരു ഓക്കെ സ്ഥലമായിട്ടാണ് തോന്നിയത്. ആൻഡ് ദിസ് ഈസ് ഓൾ വാട്ട് ഐ ഗോട്ട് ഫ്രം ജയനഗർ. ഇത് കുപ്പി കഴുകാൻ ബ്രഷ്, ഒരു കുട, വൈറ്റ് ലെഗ് ജീൻസ് ഹൈ വേസ്റ്റ് ഫോർ 500, ഒരു ചിക്കൻ കറി ഷോർട്ട് ടോപ്പ് ഓംബ്രേ പോലെ വരുന്നത് ഫോർ 350, ഒരു പ്യുവർ കോട്ടൺ അടിപൊളി കുർത്തി ഫോർ 200 ആണ്. അത്രോളൂ. കമ്മൽ വാങ്ങിച്ചത് 50. That's it. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ജയനഗറിന് വാങ്ങിയത്. ആൻഡ് ഇതാണ് റെയിൻ ഡ്രോപ്പ് ഇയറിങ്ങും, ഒരു ക്യൂബ് മാതിരിയുള്ള ഇയറിങ്ങും. എനിക്ക് സ്റ്റഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ജയനഗർ വ്ലോഗ്. That was my Jayanagar experience. I'll be back with more videos about Bangalore.